ഇപ്പോൾ ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു അഴിമതി രൂപമായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്താ വ്യത്യാസം? ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നു, അവർക്ക് ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടിയെന്നത് ശരിയാണ്. 8,000 കോടി രൂപയിലധികം ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അത് ബി ജെ പി ചെയ്തപ്പോൾ ഞങ്ങളതിൻ്റെ കൂടെ ഇല്ല എന്ന് പറയാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞോ? കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പങ്കുപറ്റുകാരായല്ലേ മാറിയത്. അതിൻ്റെ ഭാഗമായി 1,800 കോടിയിൽ പരം രൂപ കോൺഗ്രസ് കൈപ്പറ്റുന്ന നിലയുണ്ടായില്ലേ? അപ്പോൾ എവിടെയാണ് ബി ജെ പിയുമായുള്ള വ്യത്യാസം കോൺഗ്രസ്സിന് നിൽക്കുന്നത്? അതേസമയം ഇടതുപക്ഷം കൃത്യമായി ഇതിനെതിരെ നിലപാടെടുത്തല്ലോ. തുടക്കത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാകാനില്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞു. ഒരു പൈസയും ഇലക്ട്രൽ ബോണ്ടിൻ്റെ വകയായി ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഈ ഇലക്ഷൻ ഫണ്ടോടുകൂടി നമ്മളിങ്ങനെ പറയുന്നത്. ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതാണ്. ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. സത്യം പറഞ്ഞാൽ ഫണ്ടാണ്. അതാരോടാണ് വാങ്ങേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയേണ്ട കാര്യമില്ല. ആരോടും വാങ്ങാം, ആർക്കും കൊടുക്കാം. ഇതായിരുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ നിയമം. ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPIM. എല്ലാ പേരും കള്ളന്മാരോടും കുറ്റവാളികളോടും കാര്യം സാധിപ്പുകാരോടും കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഭീഷണിപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ട് പണം സ്വരൂപിക്കുന്ന പണിയാണ് BJP എടുത്തത്. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ളയടിയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ കേന്ദ്രവും BJPയും ലക്ഷ്യമിട്ടതെന്ന് അടിവരയിട്ട് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് 10,000 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ഇറക്കാനുള്ള നീക്കമാണ് സുപ്രീം കോടതി വിധിയിലൂടെ പാളിയത്. 1 കോടി വീതം മൂല്യമുള്ള 10,000 ബോണ്ടുകൾ അച്ചടിക്കാനാണ് സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് ധനകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത, ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടും ബോണ്ടുകളുടെ അച്ചടി 2 ആഴ്ചയോളം തുടർന്നു എന്നാണ്. ഇങ്ങനെ സുപ്രീം കോടതി വിധിക്ക് പോലും പുല്ലുവില കൽപ്പിക്കാത്തവരാണ് പ്രതിപക്ഷത്തെ പല നേതാക്കളെയും കൽത്തുറുങ്കിലടച്ചത്, അഥവാ അടയ്ക്കാനുള്ള വഴികൾ ചികഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നഗ്നമായ കൊള്ളയടിയെയും പ്രതിപക്ഷ വേട്ടയാടലിനെയും ചെറുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് വരാനാകുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമായി ഉയരുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം സമഗ്രമായി ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി PP ചിത്തരഞ്ജൻ, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി, BJP പ്രതിനിധി പ്രിന്റു മഹാദേവ്, ഇടതുപക്ഷ നിരീക്ഷകൻ N ലാൽകുമാർ. ആദ്യം CPIM പ്രതിനിധി PP ചിത്തരഞ്ജനിലേക്കാണ്. ശ്രീ PP ചിത്തരഞ്ജൻ, ഇന്ന് പുറത്തു വന്ന വിവരാവകാശ രേഖയനുസരിച്ച് ഒരു ദേശീയ മാധ്യമത്തിന് കിട്ടിയ വിവരങ്ങൾ പബ്ലിഷ് ചെയ്തതനുസരിച്ച് വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അതായത് ഇതുവരെയുള്ള കൊള്ളയല്ല, ഇതിലും വലിയ കൊള്ള കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. തെരഞ്ഞെടുപ്പിന് മുൻപ് ലക്ഷ്യമിട്ടത് 10,000 കോടി കൂടി ഇലക്ട്രൽ ബോണ്ട് ആയി പിരിച്ചെടുക്കാനുള്ളൊരു നീക്കമാണ്. അതിനാണ് സുപ്രീം കോടതി വലിയ തരത്തിൽ തടയിട്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് CPIMന്റെ പ്രതികരണം? സുപ്രീം കോടതിയുടെ ഈ വിധി യഥാർത്ഥത്തിൽ വലിയൊരു തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. 10,000 കോടി രൂപ കൂടി ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിക്കുവാനുള്ള
നീക്കമാണ് പാളിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ ഇതുവഴി സമാഹരിച്ച വലിയൊരു തുക കൂടാതെ ഈ 10,000 കോടി കൂടി കണ്ടെത്തിക്കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു അഴിമതിക്കാണ് അവസരമൊരുക്കുവാൻ തയ്യാറായിരുന്നത്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJPക്ക് ഏറ്റവും കൂടുതൽ പണം നൽകിയത് നേരത്തെയുള്ള കണക്കുകൾ അനുസരിച്ച് തന്നെ ഹൈദരാബാദിൽ നിന്നുള്ള മേഘ എഞ്ചിനീയറിംഗ് എന്നുള്ള സ്ഥാപനമാണ്. അവർ നൽകിയിട്ടുള്ളത് ഏണ്ട 1034 കോടി രൂപയുടെ ഫണ്ടിങ്ങാണ്. അതിനകത്ത് BJPക്ക് മാത്രമല്ല, കോൺഗ്രസിനും ഇതിനകത്ത് തുക കിട്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. 714 കോടി രൂപ BJPക്ക് ലഭിച്ചപ്പോൾ 320 കോടി രൂപ കോൺഗ്രസും ഈ ഇനത്തിൽ വാങ്ങിയിരിക്കുകയാണ്. വേദാന്ത ഗ്രൂപ്പ് കോൺഗ്രസിന് 125 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. കൊൽക്കത്തയിലെ കെവൻഡർ ഗ്രൂപ്പ് BJPക്ക് സംഭാവനയായി 320 കോടി നൽകിയിരിക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് കോൺഗ്രസിൻ്റെ കൊൽക്കത്തയിലെ ബംഗാളിലെ പ്രമുഖരായ നേതാവ്, ലോകസഭയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായിരുന്ന ശ്രീ അധീർ രഞ്ജൻ ചൗധരി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 4 കമ്പനികളിലൂടെയാണ് ഏണ്ട 616 കോടി രൂപ ഈ ഗ്രൂപ്പ് പല പാർട്ടികൾക്കായി ബോണ്ടായി നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസ് പാർട്ടി 30 കോടി രൂപയാണ് ആന്ധ്രയിലെ BJPയുടെ MP ആയിട്ടുള്ള CM രമേശിൻ്റെ ഋത്തിക് പ്രൊജക്ട്സ് കമ്പനിയിൽ നിന്ന് കോൺഗ്രസ്സിന് നേടുവാൻ കഴിഞ്ഞത്. അവിടെ കാണേണ്ട ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം, ഹിമാചൽ പ്രദേശിലെ ഒരു പൊതുമേഖലാ സ്ഥാപനവുമായി ഈ കമ്പനി 1098 കോടി രൂപയുടെ ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് BJPയുടെ MP ഈ തുക കോൺഗ്രസിന് 30 കോടി രൂപ ബോണ്ടായി കൈമാറിയിരിക്കുന്നത് എന്നുള്ളത് കാണുവാൻ കഴിയും. ഈ ബോണ്ടിൻ്റെ 66% വാങ്ങിയിരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഞാനിതിങ്ങനെ ഇതെല്ലാം ഓരോന്നോരോന്നായി പറയാൻ ആഗ്രഹിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, BJPയെ നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ അഴിമതി, വമ്പിച്ച സാമ്പത്തിക ക്രമക്കേട് ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയും ഒട്ടും വ്യത്യസ്തമല്ല എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കഥകളിലൂടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താ? ഇത്ര വലിയ അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെൻറ് അല്ലെ BJP അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിന് വേണ്ടി ED ഉപയോഗിച്ചുകൊണ്ട് അവിഹിതമായ മാർഗത്തിലൂടെ, കുത്സിതമായ മാർഗത്തിലൂടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പല പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെയും നോട്ടം വിട്ടുകൊണ്ട് അവർ നീങ്ങിയാണ്. ഒരു ഭാഗത്ത് വലിയ അഴിമതി നടത്തുമ്പോൾ മറുഭാഗത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി, തങ്ങളുടെ താല്പര്യത്തിനൊത്തു നിൽക്കാത്തവരെ കൽത്തുറങ്ങിനടക്കുന്നതിന് വേണ്ടി അധികാര ദുർവിനിയോഗം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവമേറിയ പ്രശ്നം. അതിൻ്റെ മറ്റ് രണ്ടാം ഘട്ടത്തിലെ ചർച്ചയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച വേറൊന്നും കൊണ്ടല്ല, കോൺഗ്രസ് ഇക്കാര്യത്തിനകത്ത് BJP വിമർശിക്കുവാൻ ഒരു അധികാരവുമില്ലാത്ത പാർട്ടിയായി മാറുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധി റോണി കെ ബേബിയിലേക്കാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്തുകയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി. പക്ഷേ അത്തരത്തിൽ ഇടപെടലുകൾ നടത്തി സമാഹരിക്കുന്ന പണത്തിന്റെ ഒരു പങ്ക് കോൺഗ്രസും പറ്റുന്നു എന്ന സ്ഥിതിയാണ് ഇന്ന് വരുന്നത്. ഇന്ന് മുഖ്യമന്ത്രി അത്തരത്തിൽ വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന കള്ളത്തരങ്ങളുടെ എല്ലാം പങ്ക് പറ്റുന്ന ആളുകളായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിന്ന് ഒരു ശബ്ദം കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത CPIന്റെ പ്രതിനിധിയും ചൂണ്ടിക്കാട്ടുന്നത്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ ശക്തമായ നിലപാട് എടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർലമെന്റ് നിയമം മൂലം അത് വ്യവസ്ഥാപിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ വന്നപ്പോൾ തന്നെ ലോക്സഭയിൽ അതിനെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു. കോൺഗ്രസിന് ഇതിൻ്റെ അകത്ത് പങ്കുപറ്റാനായിരുന്നെങ്കിൽ
കോൺഗ്രസിന് അന്ന് ഈ വിഷയത്തിൽ നിശബ്ദത പുലർത്തിയാൽ മതിയായിരുന്നു. അന്ന് മുതൽ തന്നെ ഇത് ഏറ്റവും വലിയൊരു അഴിമതിയാണ് എന്ന് ഏറ്റവും ഉറക്കെ വിളിച്ചു പറഞ്ഞവരിൽ ഒരാൾ എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അന്നും ഇന്നും രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നിലപാട് തന്നെയാണ്. നീലിമയ്ക്ക് പരിശോധിക്കാം. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ കേസുകളിൽ 3 കേസുകളാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. അതിലെ ഒരു ഹർജി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവിൻ്റെതാണ്. കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് തന്നെ, കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാവ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സമർപ്പിച്ചത്. ഇപ്പോൾ പറയുന്നു ഇലക്ട്രൽ ബോണ്ട് വിഷയം കോൺഗ്രസിന്റെ കൂടി പങ്കാളിത്തം അതിനകത്തുണ്ട്, അല്ലെ അഴിമതിയിൽ കോൺഗ്രസ് കൂടി പങ്കാളിയായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണല്ലോ. ആ നേതാവിന്റെ പേരൊന്ന് പറയാമോ? മധ്യപ്രദേശിൽ നിന്നുള്ള വനിതാ നേതാവാണ് ജയ വർമ്മ എന്നാണ് അവരുടെ പേര്. മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ്. അവർ തന്നെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അവര് സുപ്രീം കോടതിയിലെ കേസ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ലീഗൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ മുഴുവൻ പിന്നെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളിൽ പങ്കെടുക്കുന്നത് അവരാണ്. ജയറാം രമേശ് തന്നെ അവരെ അഭിനന്ദിച്ചുകൊണ്ട് കൃത്യമായി ഞാൻ ആ ട്വീറ്റ് അല്ലെ ജയറാം രമേശ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. അഭിനന്ദനവും ഒരു സൈഡിൽ നിൽക്കുന്നു. പ്രൊഫസർ റോണി കെ ബേബി, അങ്ങനെ ഒരു തരത്തിൽ അഭിനന്ദനവും ഇതുപോലെ കേസും ഒക്കെ അപ്പുറത്ത് നിൽക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വലിയൊരു പങ്ക് നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. 1500 കോടി രൂപ നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഒരിക്കലും 1500 കോടിയല്ല, 1100 കോടിയിൽ താഴെയാണ്. 1050 കോടി രൂപയാണ് കോൺഗ്രസിന്. അത് ഓർത്തണം, മൊത്തം 14,000 കോടിയുടെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അല്ല, അതിൽ താങ്കൾ പറയുന്ന പോലെ 1000 കോടിയല്ല, 1 കോടി രൂപയാണെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന നിലപാടാണ് നിങ്ങളുടേത് ആയിരുന്നെങ്കിൽ 1 കോടി രൂപ പോലും കൈപ്പറ്റുന്നത് അധാർമികമാണ്, 1 രൂപ കൈപ്പറ്റുന്നത് പോലും അധാർമികമാണ്. ആ ബോധം എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതെ പോയത്? കാരണം പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം, കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കുവാൻ വേണ്ടി മറ്റൊരു ഓപ്ഷൻ ഇല്ല. 2017 മുമ്പായിരുന്നെങ്കിൽ ഇവിടെ കൃത്യമായ നിയമങ്ങളുണ്ടായിരുന്നു. പാർലമെന്റ് പാസ്സാക്കിയ, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കൃത്യമായ നിയമങ്ങളിലൂടെയാണ് ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സംഭാവനകൾ കൈപ്പറ്റിയത്. 2017 ശേഷം 1 രൂപ പോലും കൈപ്പറ്റുവാൻ ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അല്ലാതെ മറ്റൊരു സംവിധാനമില്ല. അപ്പോഴാണ് കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ 1-2 കമ്പനികളുടെ പേര് പറഞ്ഞു. ബഹുമാനപ്പെട്ട ചിത്രരഞ്ജൻ പറയുണ്ടായി, അല്ലെങ്കിൽ BJPയുടെ MP ആയ രമേശ്, അദ്ദേഹത്തിന്റെ കമ്പനി ഹിമാചൽ പ്രദേശിൽ കൃത്യമായി 2022 മുമ്പാണ് ഹിമാചൽ പ്രദേശില് അദ്ദേഹത്തിന് പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് കരാർ കിട്ടിയത്. ആ സമയത്ത് ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് BJP ആണ്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് 2023 ഹിമാചൽ പ്രദേശിൽ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ 2022 വരെയുള്ള ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ BJPക്ക് മറ്റു പല പാർട്ടികൾക്കും സംഭാവനകൾ നൽകിയപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടാമത് ഏറ്റവും വലിയ സംഭാവന നൽകിയിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിനായിട്ട് എടുക്കുക. അദ്ദേഹം കോൺഗ്രസിന് സംഭാവന ഒന്നും നൽകിയിട്ടില്ലല്ലോ. ഇപ്പോൾ അതിന്റെ അകത്ത് രണ്ടാമത് വന്നിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിനാണ്. ഇപ്പോൾ ഒരു കാര്യം, സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 50 കോടി കൈപ്പറ്റിയിട്ടുണ്ട് കോൺഗ്രസ്. സാന്റിയാഗോ മാർട്ടിൽ നിന്നാണോ? ആ കണക്കുകൾ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇവിടെ ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നതാണ്, വലിയ ക്യാമ്പയിനാണ് അത്തരത്തിൽ കോൺഗ്രസിനെതിരെ. അതൊന്നും താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് പങ്കുണ്ടെന്നുള്ളത് ഞാൻ ആദ്യം കേൾക്കുക. അല്ലെ, ഈ മെഗാ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടും അതുപോലെ വേദാന്തയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങൾ കൃത്യമായ നിലപാടുകളുണ്ട്. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയോ, കാരണം ഞങ്ങളുടെ ലീഡ് ഇല്ലല്ലോ, ഞങ്ങളുടെ CBI ഇല്ലല്ലോ, ഞങ്ങളുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇല്ലല്ലോ, ഞങ്ങളിൽ ഒരു കേന്ദ്ര ഏജൻസിയും ഇല്ലല്ലോ. ഇനി എങ്ങനെയാണ് ഞങ്ങൾ ഈ പറയുന്ന കോർപ്പറേറ്റുകളെയൊക്കെ വരുതിക്ക് നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട്? അതാണ് അങ്ങയുടെ നിലപാട്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ മുഖവിലക്കെടുക്കാൻ കഴിയുമോ? കോൺഗ്രസിന്റെ അഭിപ്രായത്തിനകത്ത് ഒരുപാട് ഇരട്ടത്താപ്പുണ്ടെന്നുള്ളതാണ്. ഞാൻ ഇതിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് മാറി ഒരു ഉദാഹരണം പറയാം. 2013 രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ഭരിക്കുമ്പം ഡൽഹി ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായ വിധി വന്നു. കോർപ്പറേറ്റുകളിൽ നിന്ന് വെച്ചാൽ വെളിയിലുള്ള കോർപ്പറേറ്റുകൾ അവരുടെ സബ്സിഡറി സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട് എങ്കിൽ അവരിൽ നിന്ന് പൊളിറ്റിക്കൽ പാർട്ടികൾ പണം വാങ്ങിക്കരുത്, വാങ്ങിക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നൊരു വിധി വന്നു. ആ ഡൽഹി ഹൈക്കോടതിയുടെ വിധിയെ ഇവർ ആ ആക്ട് അമെൻഡ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ചെയ്തെടുത്തു. എന്നുവെച്ചാൽ പിന്നെ വാങ്ങിക്കാം എന്നുള്ള പരുവത്തിലാക്കി. ഇത് നടന്നതാണ് ഈ രാജ്യത്ത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട്
കോൺഗ്രസ്സിന് ഏറ്റവും നീറ്റായിട്ടുള്ളൊരു പൊസിഷനുണ്ട്, അല്ലെങ്കിൽ ദേ കം അപ്പ് വിത്ത് എ ക്ലീൻ ഹാൻഡ്സ് എന്നുള്ളൊരു അവസ്ഥ ഇല്ല കോൺഗ്രസ്സിന്. അത് നമ്മൾ രാജ്യത്ത് പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ബോണ്ടുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ ഇലക്ഷൻ്റെ എൻറ്റയർ എപ്പിസോഡുകൾ പലതെടുത്താലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വളരെ മോശമായ ഇടപെടൽ കോൺഗ്രസ് നേരത്തെ സമയം നടത്തിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, ഇലക്ഷൻ്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്, ഇലക്ഷൻ്റെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ഭൂഷൺ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ കേസ് ദാറ്റ് ഷുക്ക് ഇന്ത്യ. അത് ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൺ കേസാണ്. ഈ ലോകത്ത് ഇത്രയും അഴിമതി നടന്നിട്ടുള്ള ഒരു സമയം ഉണ്ടാകത്തില്ല ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ഞാൻ റോണി കെ ബേബിയെ വെൽക്കം ചെയ്യണം ആ കാര്യത്തിൽ. വേണമെങ്കിൽ പോയി ഒന്ന് വായിക്കുന്ന, അല്ലെങ്കിൽ ഐ എം ഇൻവൈറ്റിംഗ് യു ടു റീഡ് ഇറ്റ്. യു ക്യാൻ റീഡ് ഇറ്റ്. ഞാൻ പറയുന്നതല്ല. ദ കേസ് ദാറ്റ് ഷുക്ക് ഇന്ത്യ. ഇത്രയും റെട്രോസ്പെക്റ്റീവ് അമെൻമെൻറ്റ് RPA ആക്ടിന് നടത്തിയിട്ടുള്ളത് വേറൊരു സമയമില്ല. അപ്പം കോൺഗ്രസിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമുക്ക് ഇവിടെ കാര്യങ്ങൾ അറിയാം. പിന്നെ അടുത്തത് BJPയുമായി ബന്ധപ്പെട്ട്. BJP സംശുദ്ധമായ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നു പല ആൾക്കാരും പറയുന്നുണ്ട്. 2017 നോക്കൂ, ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്ലേസിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ കക്ഷികൾക്ക് പണം വാങ്ങിക്കാം, അതിനകത്ത് സോഴ്സ് ഓഫ് ഇൻകം ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്നുള്ള ഒരു പൊസിഷനായിരുന്നു ഉണ്ടായിരുന്നത്. 20,000-ൽ താഴെയാണ് പണം വാങ്ങിക്കുന്നതെങ്കിൽ സംഭവിച്ചത് എന്താണ്? ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രൊവിഷൻ, 20,000-ൽ താഴെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ, അക്കൗണ്ട് മുഖാന്തരമാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ, ചെക്ക് മുഖാന്തരമാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ഡിസ്ക്ലോസ് ചെയ്യണമെന്നായിരുന്നു പൊസിഷൻ. ഇവരതിനെ ഇല്ലാതാക്കി. എന്നുവെച്ചാൽ അതും കുഴപ്പമില്ല എന്നാക്കി. അപ്പം 100% അക്കൗണ്ടബിലിറ്റി ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് BJPക്കാരെങ്കിൽ അവർക്ക് ഈ പറയുന്ന അക്കൗണ്ട് പേ കൊടുക്കുന്ന കാര്യത്തിന് ഡീറ്റെയിൽസ് വിട്ടുകൂടെ? ഞാൻ പറഞ്ഞ ചെക്ക്, DD അങ്ങനെ കൊടുക്കുന്നതാണെങ്കിൽ അത് വേണ്ട എന്നാണ് ഇവർ വെച്ചത്. നമ്മളെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നൊരു കാര്യം, ആദ്യം ഒരു EDയെ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് വിടുക, ആ EDയുടെ ആൾക്കാർ കമ്പനിയുടെ ആൾക്കാരെ ചോദ്യം ചെയ്ത് ഒരു പരുവത്തിലെത്തുമ്പോൾ അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുക. ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുമ്പോൾ ഈ പറയുന്ന കമ്പനിയെ വെറുതെ വിടുക. ഇപ്പം റോബർട്ട് വദ്ര പോലും BJPക്കാണ് പൈസ കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് റോബർട്ട് വദ്ര BJPക്ക് പൈസ കൊടുക്കുന്നത്? നമുക്ക് പറയേണ്ട കാര്യമില്ല. 75 കോടി രൂപ. അതെ, റോബർട്ട് വദ്ര ഈ സംസാരിക്കുന്ന പോയിന്റിനും സോണിയാഗാന്ധിയുടെ മരുമോൻ തന്നെയാണ്, അതിനൊരു സംശയവും വേണ്ട കാര്യത്തിൽ. അപ്പം ഇങ്ങനെ ഉള്ള ഇടപെടലില്ല. EDയെ വിട്ട് മോശമായ രാഷ്ട്രീയം കളിക്കുന്നത് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിപ്പം 100 പേര് അപ്പുറത്തിരുന്ന് വാദിച്ചാലും ആ കാണിക്കുന്ന വൃത്തികേടുകൾ അത് വൃത്തികേട് തന്നെയാണ്. ഇപ്പം നോക്കൂ, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു. നിയമം എല്ലാവർക്കും ഒന്നുപോലല്ലേ എന്നുള്ളതാണ് ഈ വാദം. പറയുമ്പോൾ ശരിയാ. കുഴപ്പം എന്നറിയോ, ഒരു അപ്രൂവർ ആകാനായി അപ്രൂവറെ ഉണ്ടാക്കിയെടുത്തു. ആ അപ്രൂവറെ ഉണ്ടാക്കിയെടുത്ത ആള് ഈ പറയുന്ന അപ്രൂവറിൽ നിന്ന് കാശും BJP വാങ്ങിച്ചു. 35 കോടിയോ മറ്റോ. ഇതൊന്നും ഒരു പ്രശ്നവും ഈ നാട്ടിലില്ല. പറയുമ്പോൾ എന്താ, കോടതിക്ക് മാത്രവുമല്ല, ആ അപ്രൂവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൂടി പോവുകയാണ്. ആ ഒരു അപ്രൂവറിന്റെ പിതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കൂടി ചെയ്യുന്നു. എൻ്റെ പ്രശ്നം അതല്ല. എൻ്റെ പ്രശ്നം അതല്ല കിടക്കുന്നത്. ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനാണെങ്കിൽ ഈ രാജ്യത്ത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കേശവാനന്ദ ഭാരതിക്കകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സുപ്രധാനമായ വിധിയാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിധിയാണ്. ആ ബേസിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പിൽക്കാലത്ത് വന്നിരിക്കുന്ന ഒരു വിധി, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ബേസിക് സ്ട്രക്ചർ ആണെന്നുള്ളതാണ്. ഈ രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി മാറിയിരിക്കുന്നു. ഓരോരുത്തരുടെയും പുറകെ പോവുകയാണ്. നോക്കൂ, ഇതിനു മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ ഏതേലും ഒരു സർക്കാർ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പോസിഷനെ ഇത്ര ഹണ്ട് ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന BJPക്കാരും ഇന്ത്യ രാജ്യത്തെ അഴിമതിക്കാരല്ല, അത് ഓർത്തോണം. നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, BJPക്കാരും അഴിമതിക്കാരല്ല എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. BJPയിൽ ചേരൂ, EDയെ ഒഴിവാക്കൂ എന്ന് പറയുന്നതായി മന്ത്രം ഈ രാജ്യത്തെ. ഈ പറയുന്ന BJPക്കാർക്ക് പോലും അറിയാം ഇവിടെ നടക്കുന്നത് എന്താ, ഈ തോന്നിവാസങ്ങളെ കുറിച്ച്. അപ്പം ഈ പറയുന്ന നിയമങ്ങൾ, ഒരു ഡ്രക്കോണിയൻ നിയമത്തെ മിസ്യൂസ് ചെയ്ത്, അത് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് മദൻ ലോക്കൂർ പറഞ്ഞിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട്, മിസ്യൂസ് ചെയ്യാൻ മാത്രമേ നമുക്ക് നേരം കാണത്തുള്ളൂ.
ഒരു എക്സിക്യൂട്ടീവിൻ്റെ ജോലി എന്താണ് എന്നുള്ളത് പരമപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ പറയുന്ന റോളുകളിൽ നിന്നെല്ലാം മാറി ഒരു സെമി ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റായി ഈ രാജ്യം മാറി എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല. ആ കാര്യത്തിലൂടെ ഇവരുടെ എന്താ ആദി എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ. ആ ആദിയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് കിട്ടിയ ഒരു പ്രോപ്പർ മെജോറിറ്റി ഇവർക്ക് കിട്ടി. ആ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 30 എണ്ണേ കൂടുതലുള്ളൂ. 30 സീറ്റേ ഇവർക്ക് കൂടുതൽ വെച്ചാൽ ആ പറയുന്ന മാർക്കിൽ നിന്ന് 273 എന്ന മാർക്കിൽ നിന്ന് 30 സീറ്റാണ് കൂടുതലുള്ളത്. ആ 30 സീറ്റ് പോയാൽ നരേന്ദ്രമോദി അധികാരത്തിൽ എന്നുവെച്ചാൽ BJP അധികാരത്തിൽ NDA അധികാരം എന്നുള്ളതല്ല, നരേന്ദ്രമോദി വേണ്ട എന്നുള്ളൊരു ചോയ്സ് വരുമോ, അത് NDA അങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള പേടിയും വെപ്രാളവും ഈ കാണിക്കുന്നത്. ആ വെപ്രാളത്തിന് നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികളെയെല്ലാം ജനാധിപത്യ ധ്വംസനം നടത്തി ഈ പറയുന്ന മുന്നോട്ട് പോകുന്ന പരിപാടി ശരിയല്ല എന്ന് പല രാജ്യങ്ങളും പറഞ്ഞു. UN ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇടപെട്ട് സംസാരിച്ചിരിക്കുന്നു. നമ്മൾ നോക്കൂ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ UN ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക, അമേരിക്കയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക, ജർമ്മനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടി വരിക. UN പറയേണ്ടി വന്നു. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ പ്രിന്റു മഹാദേവ്, വലിയ വിമർശനങ്ങളാണ് ഇക്കാര്യത്തിൽ BJPക്കെതിരെ ഉയരുന്നത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് അനുദിനം വലിയ വലിയ കുഴപ്പങ്ങൾ, കള്ളക്കളികൾ ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇന്ന് തന്നെ പുറത്തു വന്നത് നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 10,000 കോടി കൂടി ഇലക്ട്രൽ ബോണ്ട് ഇറക്കാനുള്ള വലിയൊരു നീക്കം നടന്നു. അതിന് സുപ്രീം കോടതി തടയിടുന്ന ഒരു സാഹചര്യമുണ്ടായി. സുപ്രീം കോടതി ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞതോടുകൂടി അത് അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, സുപ്രീം കോടതി ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീടും 2 ആഴ്ച ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ അച്ചടി തുടരുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. മാത്രവുമല്ല, അതിൽ 8,000-ഓളം ഇലക്ട്രൽ ബോണ്ടുകൾ SBIക്ക് കൈമാറുന്ന സാഹചര്യവുമുണ്ടായി. നിങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ വലിയ തോതിൽ ബഹുമാനിക്കുന്ന ആളുകളാണ്. സുപ്രീം കോടതിയുടെ ഈ വിധിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടല്ലേ ഇത്തരത്തിൽ അനുസ്യൂതം 2 ആഴ്ചയോളം 10,000 കോടിയുടെ ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ നിങ്ങൾ തുടങ്ങിയത്? ഈ ഇലക്ട്രൽ ഒരു സെക്കൻഡ്, അങ്ങയുടെ ശബ്ദ സംപ്രേഷണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തതിനു ശേഷം അങ്ങയിലേക്ക് തന്നെ തിരികെ എത്താം. ശ്രീ റോണി കെ ബേബിയോടാണ്. ശ്രീ റോണി കെ ബേബി, ലാൽകുമാർ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ സേ ഇല്ല, കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ല. സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ആ രേഖകളെല്ലാം തെളിയിക്കുന്നതാണ്. അതായത് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് ഈ 1,300 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ ഈടാക്കുന്നത് ആ സ്ഥാപനത്തിൽ പലതവണ, എൻ്റെ അറിവിൽ ഒരു 4 തവണയോളം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ 1,368 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നത്. അതിൽ പങ്ക് പറ്റുകയാണ് നിങ്ങൾ ചെയ്തത് 50 കോടി രൂപ. ഇതൊക്കെ ജനസമക്ഷം നിൽക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് ഇത്ര ആർജവത്തോടുകൂടി ഇലക്ട്രൽ ബോണ്ടിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ നിങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയുക? ഡോക്ടർ ലാൽകുമാർ, ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തുണ്ടായിരുന്ന നിയമവും അതിലൂടെ കോൺഗ്രസ് വലിയ അഴിമതി നടത്തി എന്നൊക്കെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അന്ന് ഈ രാജ്യത്ത് നിലവിലിരുന്ന നിയമ സംവിധാനങ്ങൾ വഴിയാണ് തന്നെയാണ് CPM ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ പാർട്ടികളും കോർപ്പറേറ്റുകളിൽ നിന്ന് ഉൾപ്പെടെ വ്യക്തികളിൽ നിന്ന് ഉൾപ്പെടെ സംഭാവനകൾ സ്വീകരിച്ചത്. അദ്ദേഹം എന്നോട് പ്രശാന്ത് ഭൂഷന്റെ ഒക്കെ പുസ്തകം വായിക്കുവാനായിട്ട് അദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ചരിത്രത്തില് ആദ്യമായിട്ട് ഇലക്ട്രൽ ബോണ്ടിന് സമാനമായ ഒരു അഴിമതിയുടെ കഥ, അതിന്റെ ചരിത്രം പരിശോധിച്ച് ചെയ്താൽ അത് ചെല്ലുന്നത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയുടെ കാലത്തുണ്ടായിരുന്ന ആന്ധ്ര അരി കുംഭകോണം. ആന്ധ്ര അരി കുംഭകോണത്തിന്റെ പേരിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് കിക്ക് ഓഫ്, അന്ന് അഴിമതി പണം മേടിച്ചതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ അഴിമതിയുടെ കഥ എന്നുകൂടി ശ്രീ ലാൽകുമാറിനെ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അദ്ദേഹം അതിന്റെ ചരിത്രം കൂടി ഒന്ന് പഠിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുക. നമ്മൾ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇത് ആര് ഇലക്ട്രൽ ബോണ്ടിനെതിരെ ശക്തമായി എതിർത്തു അല്ലെ എതിർത്തില്ല എന്നതല്ല. കേന്ദ്ര ഭരണകൂടം നടത്തുന്ന വേട്ടകൾ, അല്ലെ കേന്ദ്ര ഭരണകൂടം ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട്, ഇവിടെ നമ്മുടെ ഈ ഇൻട്രോയിൽ തന്നെ, ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു,
സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷവും ഇലക്ട്രൽ ബോണ്ട് സംവിധാനം, നീലിമ തന്നെ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഒന്ന് ക്ഷമിക്കണം. ഇപ്പോൾ BJP പ്രതിനിധി പ്രിന്റു മഹാദേവ് അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലേക്കൊന്ന് പോകണം, കാരണം അദ്ദേഹത്തിലേക്ക് ഇതുവരെ നമ്മൾ പോയിട്ടില്ല. ശ്രീ പ്രിന്റു, ഞാൻ പറഞ്ഞു വന്നത് താങ്കൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ കേട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ 10,000 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ഇറക്കാൻ നിങ്ങൾ ഈ ഇലക്ഷന് മുമ്പ് അത്തരത്തിലൊരു നീക്കം നടത്തി. പക്ഷേ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അത് നടന്നില്ല. പ്രശ്നം അതല്ല, അത് നടക്കുന്നതിന് പോലും 2 ആഴ്ചയ്ക്ക് ശേഷവും ഇത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടും 2 ആഴ്ചത്തേക്ക് കൂടി ഈ 10,000 ബോണ്ടുകൾ അച്ചടിക്കാനുള്ള നടപടികൾ നടന്നു എന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നൊരു വസ്തുതയാണ്. അല്ല, ഈ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ആകെ ഒരു അഴിമതിക്കിടെ കുത്തരങ്ങാക്കാൻ വേണ്ടി BJP ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഒന്നാമത്തെ കാര്യം, ഈ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് അനവധി പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് തന്നെ ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കുന്നു. ഇവിടുത്തെ കുത്തകളായിട്ടുള്ള കോർപ്പറേറ്റുകൾ അടക്കമുള്ള ആളുകളിൽ നിന്നാണ് പണം ശേഖരിക്കുന്നത്. പക്ഷെ എല്ലാ കാലഘട്ടത്തിലും കൃത്യമായിട്ടുള്ള ഈ പണത്തിന്റെ ഇടപാടുകളിൽ ഒരു സുതാര്യത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാറില്ല. അപ്പോൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കിട്ടുന്ന അല്ലെങ്കിൽ നൽകേണ്ട പണത്തിന്റെ ആധികാരികമായിട്ടുള്ള കൃത്യത ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള പണം സ്വീകരിക്കണമെന്ന് പറഞ്ഞത്. നമുക്കറിയാം, ഈ രാജ്യത്ത് മുൻപ് നടന്നിട്ടുള്ള പലതരത്തിലുള്ള അഴിമതി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ലാവ്ലിൻ കേസ് അടക്കം 175 കോടി രൂപയുടെ അഴിമതിയായിട്ടുള്ള ലാവ്ലിൻ കേസ്, അതുപോലെ ബോഫേഴ്സ് കേസ്, അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കിട്ടിയിട്ടുള്ള പണങ്ങൾ, അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരവ് ചെലവ് അല്ലെങ്കിൽ അവരുടെ സംഭാവനകൾ കൃത്യത വരുത്താനാണ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, അത് അതിന്റെ വഴിക്ക് പോകട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും സുതാര്യമാണ്. അതുകൊണ്ടാണല്ലോ BJP എത്ര രൂപ മേടിച്ചു എന്നതിന് കൃത്യമായ കണക്കുണ്ടല്ലോ. 6,000 കോടി രൂപ മേടിച്ചതിന്റെ കൃത്യമായ കണക്ക് ഞങ്ങൾ എവിടെയും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ മേടിച്ചെന്ന്. പക്ഷെ ഇവിടെ ഒരു ട്രഡീഷണൽ ആയ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഇലക്ട്രൽ ബോണ്ട്, ഇപ്പോ CPM-ന് പറയാം, ഇപ്പൊ ഇടതുപക്ഷത്തിലെ ചിത്തരഞ്ജനും അല്ലെങ്കിൽ ലാലിനെ പോലെയുള്ള ഇടതുപക്ഷ നിരീക്ഷകർക്കും ഒക്കെ പറയാം. കാരണം എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മേടിക്കുന്ന പണം എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിലോ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനത്തിലല്ല. അതിനകത്ത് കൃത്യമായിട്ട് ചിലപ്പോൾ PV എന്ന പേരിൽ എഴുതി ചേർക്കും, അല്ലെങ്കിൽ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി എഴുതി ചേർക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കടലാസ് കമ്പനികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അല്ലാതെയൊക്കെയാണ് പണങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ നോക്കുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ സ്റ്റെൻഡ് ആയിട്ടല്ല ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഒരു കാര്യം തന്നെ ഞാൻ പറയാം. ഇപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട 1,700 കോടിയുടെ ഇൻകം ടാക്സിന്റെ വിഷയമുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഈ പറയുന്ന വിഷയമാണ്. അപ്പൊ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടലിനകത്ത് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ സുതാര്യമായിട്ടുള്ള ഒരു ക്രയവിക്രയങ്ങൾ വളരെ സുതാര്യമായ ഇടപെടലുകൾ എന്നാണല്ലോ അങ്ങ് പറയുന്നത്. ഈ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന് പറയുന്ന ഈ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ എത്ര തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കയറി ഇറങ്ങിയത്? ഇൻകം ടാക്സ് അധികൃതർ കയറി ഇറങ്ങിയത് എത്ര തവണ അവിടെ റെയ്ഡ് നടന്നു? അതൊന്ന് പറയാമോ? അല്ല, 2 രീതിയാണ്. ഈ രാജ്യത്ത് നിരവധി കമ്പനികൾ ഇങ്ങനെ പലതവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കയറി ഇറങ്ങി അവസാനം ഗതികെട്ട് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തപ്പോൾ, BJPക്ക് സംഭാവന കൊടുത്തപ്പോൾ ആ അന്വേഷണമെല്ലാം നിലച്ച മട്ടാണ്. അങ്ങനെ ഒരു അന്വേഷണം നിലയ്ക്കില്ല. എങ്ങനെയാണ് നിലയ്ക്കുക? അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് ഈ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന പേര് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പണം മേടിച്ച കഥ, സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്നത് ആ ലിസ്റ്റിൽ വരുന്ന ഒരു പേര് മാത്രം മലയാളിക്ക് പരിചിതമായതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. മറ്റു വേദാന്ത ഉൾപ്പെടെ ഒരുപാട് കമ്പനികളുണ്ട്. വേദാന്ത ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനികളുണ്ട്. സംഭാവനയുടെ ആദ്യമായി പരിചയപ്പെടുത്തിയ ആളുകളെ കൂടി ഒന്ന് പറയണമല്ലോ. എന്നിട്ട് നിങ്ങൾ BJP-യിലേക്ക് വരൂ. അതെല്ലാം വളരെ കൃത്യമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ശ്രീ ചിത്തരഞ്ജൻ, CPIM സുതാര്യമായ രീതിയിലല്ല ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നത്. ഇതുപോലെ ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും സുതാര്യമായ ഒരു നടപടിയാണ് എന്നാണ് BJP-യുടെ പ്രതിനിധി പ്രിന്റു മഹാദേവൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങേക്ക് പ്രതികരിക്കാം. അല്ല, രാജ്യത്തെ ജനങ്ങൾ കാണുകയാണല്ലോ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംശുദ്ധി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. CPM-ഉം CPI-യും അല്ലാതെ മറ്റ് പാർട്ടികളെല്ലാം ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
ഈ അഴിമതി കേസിൽ മുങ്ങി നിൽക്കുമ്പോൾ അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു കള്ളപ്പണവും കൈപ്പറ്റാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തുമാത്രമല്ല ഇതിനെതിരായിട്ടുള്ള നിയമയുദ്ധം നടത്തി ആ നിയമയുദ്ധത്തിൽ വിജയം കരസ്ഥമാക്കി തല ഉയർത്തിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഈ കാര്യത്തിനകത്ത് കക്ഷിയാക്കാത്ത ആരും ധരിക്കേണ്ട. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായി നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അത് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. 1957 EMS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് നടന്നതാണ് ഇന്ത്യ കണ്ട ആദ്യത്തെ കുംഭകോണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒരു കാര്യം തട്ടിവിടുകയുണ്ടായി. ശരിയാണ്, വിമോചന സമരം. ആ വിമോചന സമര കാലഘട്ടത്തിൽ കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കുവാൻ അന്ന് പലതരത്തിലുള്ള പ്രചാരവേലകൾ നടത്തിയ കൂട്ടത്തിൽ അന്ന് വിളിച്ചൊരു മുദ്രാവാക്യമാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും സംശുദ്ധമായ പൊതുജീവിതത്തിൻ്റെ ഉടമകളായ ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർക്കെതിരായി നടത്തിയ വ്യക്തിഹത്യകൾ ഈ നാട്ടിലെ ജനങ്ങൾ ചരിത്രം പഠിക്കുവാൻ ശ്രമിച്ചാൽ മനസ്സിലാകും. ഞങ്ങളുടെ തലമുറയെല്ലാം അത് പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ്. KC ജോർജ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ അന്നത്തെ ഭക്ഷ്യമന്ത്രിക്കെതിരായി അദ്ദേഹം വികലാംഗനായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 1.5 കൊല്ലം കൊണ്ട് 1.5 കോടി കെട്ട് 1.5 കാല രാജിവെക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ, ഇന്നത്തെ മഹാനായ നേതാവായ കോൺഗ്രസിൻ്റെ നേതാവ് AK ആൻ്റണി അടക്കമുള്ള ആൾക്കാർ ഈ കേരളത്തിൽ അന്ന് വിദ്യാർത്ഥികളെ അടക്കം തെരുവിലിറക്കുവാനും അന്ന് ആ ഗവൺമെൻറ്റിനെതിരായി കള്ളപ്രചാരവേല നടത്തുവാനും തയ്യാറായത്. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ളവർ ഒരു നയാ പൈസയുടെ ആരോപണം ആ കേസുമായി ബന്ധപ്പെട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല രാഷ്ട്രീയ ദുരുദ്ദേശത്തോട് നടത്തിയിട്ടുള്ള അന്നത്തെ ഗവൺമെൻറ് അട്ടിമറിക്കുവാൻ നടത്തിയ നീക്കത്തെ അതിനെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കള്ളപ്പണം കൈപ്പറ്റിയ BJPയോടൊപ്പം തന്നെ പ്രതിയായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി കമ്മ്യൂണിസ്റ്റുകാരെ കരിവാരിതേക്കാൻ വേണ്ടി അതിനുവേണ്ടി ശ്രമിക്കേണ്ട, അത് പാഴ്വേല മാത്രമാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ വേറെ രീതിയിലാണ്. ഞങ്ങൾ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് 5, 10, 50 ഒക്കെ ഞങ്ങൾ സമാഹരിച്ച് കൃത്യമായി കണക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട. ഞങ്ങൾ അന്തസ്സായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അല്ലാതെ ഞങ്ങൾ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ പണം കൈപ്പറ്റിക്കൊണ്ടു പോകുന്നതല്ല. എന്നാൽ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികരായിട്ടുള്ള ആരെങ്കിലുമോ ഏതെങ്കിലുമൊക്കെ കമ്പനികൾ നിയമാനുസൃതം നടത്തി ആ നിയമാനുസൃതമായ മാർഗത്തിലൂടെ സ്വീകരിക്കുന്ന അതിൽ അവർക്ക് ലഭിക്കുന്ന ചെറിയ വരുമാനങ്ങളെ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഓരോ തവണ കൊണ്ടുവന്ന് നിങ്ങൾ ഇറക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ, ആ ആയുധങ്ങളുടെ ഭാഗമായിട്ട് മാത്രമാണ് ഞങ്ങൾ എക്സോളജിക്ക് അടക്കമുള്ള സംഭവങ്ങളെ കാണുവാൻ തയ്യാറാകുന്നത്. അതൊന്നും ഇവിടെ യേശാപ്പുന്നില്ല. രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJP, ഇന്ത്യ ഭരിക്കുന്ന BJP 10,000 കോടി കൂടെ തട്ടാൻ വേണ്ടി നടത്തിയിട്ടുള്ളത് സുപ്രീം കോടതി നടപടിയിലൂടെ പൊളിഞ്ഞു. അതിനു മുമ്പ് അവർ 2,000 കോടിയോളം രൂപ കരസ്ഥമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് 1,100 കോടിയോളം രൂപ കോൺഗ്രസ് നേടിക്കഴിഞ്ഞു. സാൻഡിയ മാർഗരറ്റിൻ്റെ കഥയൊക്കെ നിങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുവാൻ ശ്രമിച്ചു. ആ ശ്രമിക്കുന്ന ആൾക്കാരുടെ കാര്യം ഓർത്തുള്ള 50 കോടിയാണ് വാങ്ങിയത്. 50 കോടി കൈപ്പറ്റിയിട്ടുള്ള ആൾക്കാർ, 150 കോടി കൈപ്പറ്റിയിട്ടുള്ള ആൾക്കാർ അവർ ഒരു പത്രത്തിൻ്റെ പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളെ ആക്ഷേപിക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരത്തിലുള്ള ഒരാളിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടില്ല. ഒരു കോർപ്പറേറ്റ് കടയും പണം കൈപ്പറ്റാതെ പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇതിനെതിരായി നിയമയുദ്ധം നടത്തുവാൻ ധൈര്യപൂർവ്വം രംഗത്ത് വന്നു. അങ്ങനെയുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി നിങ്ങൾ വലിയ പരിശ്രമം നടത്തുകയാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട് നിങ്ങൾ നീങ്ങുന്നത്. കാരണം നിങ്ങൾക്ക് കുറച്ച് പൊള്ളും. ഇന്ത്യ രാജ്യത്ത് മറ്റു പലരും നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തൂക്കി ജയിലിലിടുമ്പോൾ അന്തസ്സോടുകൂടെ തലയുയർത്തി നിന്നുകൊണ്ട് നിയമപരമായി തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സംശുദ്ധിയോടുകൂടെ തന്നെ ഞങ്ങളുടെ ഗവൺമെൻറ്റും ഞങ്ങളുടെ പ്രസ്ഥാനവും മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശക്തമായി പറയാൻ കഴിയും ഈ അഴിമതിക്കെതിരായി വർത്തമാനം പറയാൻ കഴിയുന്ന പ്രസ്ഥാനം രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ്. ഈ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാത്രമാണ് അത്തരത്തിലുള്ള ഒരു നയാ പൈസ പോലും കൈപ്പറ്റാതെ മുന്നോട്ട് പോയത്. ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ED വെച്ച് വിരട്ടുക, അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന. മാപ്പുസാക്ഷിയാക്കുക. എടാ മാപ്പുസാക്ഷിയുടെ ഇത് പിന്നെ കാശ് വാങ്ങുക. കാശ് വാങ്ങുക മാത്രമല്ല പിന്നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക. എവിടെ എന്തെല്ലാമാണ്. BJPയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഏത് കള്ളനെയും അവർ സംശുദ്ധരാക്കും. കോടികളുടെ അന്വേഷണത്തെ നേരിട്ട് കൊണ്ടിരുന്ന ആൾക്കാർ നമ്മൾ മറന്നുപോയി. ആദർശ് ഫ്ലാറ്റ് കുംഭകോണം, അശോക് ചവാൻ കോൺഗ്രസ് ഇത് മാറി BJP പോയി, ഒരു പ്രശ്നമില്ല.
NCPയുടെ നേതാവായിരുന്ന അജിത് പവാർ അവരുടെ പാർട്ടി പിളർത്തി. എന്തായിരുന്നു? 1500 കോടി രൂപയുടെ കള്ളപ്പണത്തെക്കുറിച്ചാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇഡിക്കാരൻ നോട്ടീസ് കൊടുത്തതെന്ന്. ഇപ്പോൾ ഒന്നുമില്ല. അദ്ദേഹം അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഛഗൻ ഭുജ്ബൽ, അദ്ദേഹം പഴയ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. 1400 കോടി രൂപയുടെ കള്ളപ്പണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വരവിൽ കവിഞ്ഞ സ്വത്തിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല, അദ്ദേഹം മന്ത്രിയായി തുടരുകയാണ്. എത്ര പേരുടെ കഥ പറയണം? മഹാരാഷ്ട്രയിലെ തന്നെ നാരായണ റാവു റാണെ അടക്കമുള്ള നിരവധി ആൾക്കാരുടെ പേരുകൾ പറയാറുണ്ടല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? BJP ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ED ഉപയോഗിച്ചുകൊണ്ട് വിരട്ടുക. ആ ED ഉപയോഗിച്ചുകൊണ്ട് വിരട്ടുമ്പോൾ ആ വിരട്ടിൽ കള്ളപ്പണമുള്ളവൻ അതിന് മുമ്പിൽ മുട്ടുമടക്കും. അങ്ങനെ മുട്ടുമടക്കുമ്പോൾ കേസ് പിൻവലിക്കും. അവർക്ക് ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, ഞങ്ങളോടൊപ്പം ചേർന്നാൽ മതി. BJPയോടൊപ്പം ചേർന്നാൽ ആരെയും, ശാരദാ ചിട്ടി ഫണ്ട് കുംഭകോണവുമായി ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ നമ്മളതല്ലേ കണ്ടത്. അവിടെ കണ്ട കാഴ്ച എന്താണ്? തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നവർ BJPയിലേക്ക് ചെന്നപ്പോൾ പ്രശ്നങ്ങൾ തീർന്നു. അവർക്ക് പേരിൽ കേസില്ല. ഇതല്ലേ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയ എതിരാളികളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ED ഉപയോഗിക്കുക. ആ EDയുടെ വെരിട്ടിൻ്റെ മുന്നിൽ മടങ്ങാത്തവരെ, അതിൻ്റെ മുന്നിൽ തളരാത്തവരെ പിന്നെ വേട്ടയാടുക. ആ ശ്രീ പ്രിന്റു മഹാദേവ്, അതാണ് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ജനാധിപത്യ ശക്തികൾ ഉയർത്തുന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. ഈ ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് തന്നെ അതിന് വലിയൊരു ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ മദ്യനയ കേസിലെ മാപ്പ് സാക്ഷിയാണല്ലോ YSR കോൺഗ്രസ് മുൻ MP ആയ മകുന്ദ ശ്രീനിവാസലു റെഡ്ഡിയുടെ മകൻ എന്ന് പറയുന്നത് ഒരു മാപ്പുസാക്ഷിയായി മാറിയിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടി വാക്കുകൾ കടമെടുത്തിട്ടാണല്ലോ കേജ്രിവാളിനെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ മാപ്പുസാക്ഷിയുടെ പിതാവ് പാർട്ടി മാറി TDP, നിങ്ങളുടെ NDAയുടെ സഖ്യകക്ഷിയായ TDPയുടെ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുകയാണ് ഓങ്കോളയിൽ നിന്ന്. ഇതിൽ പരം നിങ്ങൾ എന്താണ് എന്ന് അനാവൃതമാക്കാൻ ഏറ്റവും പുതിയ ഉദാഹരണമല്ലേ നമ്മുടെ മുന്നിലുള്ളത്? അല്ല, അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഏജൻസികളാണല്ലോ. അന്വേഷണ ഏജൻസികൾ BJPയുടെ ചട്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് നിങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. എന്ത് തെറ്റിദ്ധാരണ? ഛഗൻ ഭുജ്ബലിന്റെ കാര്യം എന്തായി? അശോക് ചവാന്റെ കാര്യം എന്തായി? അജിത് പവാറിന്റെ കാര്യം എന്തായി? ഇതൊക്കെ കേന്ദ്ര ഏജൻസികൾ ഇവരുടെ വീട്ടിലും ഓഫീസിലും എല്ലാം എത്രയോ നാളുകൾ കയറി ഇറങ്ങിയതാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂടാരത്തിലെത്തിയപ്പോൾ കേസ് പോലും ഇല്ലല്ലോ. ജനങ്ങളുടെ പണം CPM എന്ന് പറയുന്ന പ്രസ്ഥാനവും പ്രസ്ഥാനത്തിലെ നേതാക്കൾ അടിച്ചുമാറ്റിയ കേസിനകത്തും ഈ സാക്ഷികൾ ഉണ്ടാവാറുണ്ട്. ഒരു നമ്മൾ പ്രമാദമായ കേസുകൾ അന്വേഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചില കേസുകൾ ചില ആളുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് ED നടത്താറ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ മാപ്പുസാക്ഷിയാകുന്നത്. അദ്ദേഹം മാത്രമല്ലല്ലോ ഈ കേസിനകത്തുള്ളത്. നമുക്കറിയില്ല, കവിത വന്നു, ഹരിനായർ വന്നു, അതോടൊപ്പം തന്നെ AAPയുടെ സിസോദിയയും MP അടക്കമുള്ള ആൾക്കാർ, അവസാനം അതിന്റെ യഥാർത്ഥ കണ്ണിയായിട്ടുള്ള കെജ്രിവാൾ അകത്തു പോകുന്നു. ഇപ്പൊ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ TDPയുടെ ലോക്സഭാ സീറ്റ് നൽകി TDPയിൽ മത്സരിക്കാൻ പോകുന്ന ഈ മകുന്ദ റെഡ്ഡിയുടെ മകൻ രാഘവ് എന്തിനാണ് ജയിലിൽ കിടന്നത്? ഈ MPയുടെ YSR കോൺഗ്രസിന്റെ മുൻ MP ആയ ഇദ്ദേഹത്തിന്റെ മകൻ 6 മാസം ജയിലിൽ കിടന്നത് എന്തിനായിരുന്നു? അല്ല, ഞാൻ പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു പരത്തുന്നതല്ലേ. അതിനപ്പുറത്തേക്ക് അവിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ലിസ്റ്റിനകത്ത് അദ്ദേഹം വന്നിട്ടില്ല. അപ്പൊ മത്സരിക്കാൻ വരുത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് വളരെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നതാണ്. അല്ല, അത് മത്സരിച്ചില്ലല്ലോ. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ TDPയുടെ സ്ഥാനാർത്ഥിയായിട്ടോ BJPയുടെ സഖ്യകക്ഷിയായിട്ട് മത്സരിച്ചിട്ടില്ലല്ലോ. മത്സരിക്കാത്ത ഒരാളെ കുറിച്ച് നമ്മൾ വെറുതെ ആരോപണം പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ലല്ലോ. ദേശീയ മാധ്യമങ്ങളിലടക്കം YSR കോൺഗ്രസിന്റെ മുൻ MP ആയ മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി മത്സരിക്കാൻ പോകുന്നു, TDPയുടെ ടിക്കറ്റിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയാണ്. എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അല്ല, ഇതിനകത്തൊരു തെറ്റിദ്ധരിപ്പിക്കലുമില്ല. നിങ്ങളാണ് സത്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇപ്പൊ കെജ്രിവാളിനെ പുണ്യാളനോ ആക്കുന്ന പ്രവർത്തനം നടന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടല്ലോ. കെജ്രിവാളിനെതിരെ ആദ്യമായിട്ട് ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചതാരാണ്? കോൺഗ്രസ് അല്ലേ? ആ സമയത്ത് കെജ്രിവാൾ കൃത്യമായിട്ട് അറസ്റ്റിലാകുമെന്ന ഘട്ടം വന്നപ്പോൾ കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗ്യമായപ്പോൾ കെജ്രിവാൾ നിങ്ങൾക്ക് പുണ്യാളൻ. നിങ്ങൾക്ക് ഹേമന്ത് സോറൻ ED അറസ്റ്റ് ചെയ്തല്ലോ. ഹേമന്ത് സോറൻ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്ത കുറ്റക്കാരനാണ്. മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഹേമന്ത് സോറൻ നിങ്ങൾക്ക് പുണ്യാളൻ.
അപ്പൊ BJP വിരുദ്ധത പറയുന്ന ആളുകൾ കള്ളന്മാരും കൊള്ളക്കാരുമായിരുന്നാലും അവരെ പുണ്യാളന്മാരാക്കുന്ന പ്രവൃത്തിയാണ് CPM ചെയ്യുന്നത്. യെസ്, അതവിടെ ഇരിക്കട്ടെ. അത് കോൺഗ്രസിന്റെ പ്രതിനിധി അക്കാര്യത്തിൽ മറുപടി പറയും. ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യനിലേക്ക് വരൂ. ഈ YSR കോൺഗ്രസിന്റെ മുൻ MP അദ്ദേഹത്തിന്റെ മകൻ എന്തിനാണ് 6 മാസം ജയിലിൽ കിടന്നത്? എന്തുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടത്? അതിനൊരു ഉത്തരം പറയാം. കാര്യം പറയട്ടെ. അതിനൊരു ഉത്തരം പറയാമോ? കള്ളപ്പണം കണ്ടെത്തുന്ന 1-2 ആളുകളല്ലല്ലോ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് നിങ്ങൾ പറയും ED എന്താണ് അന്വേഷിക്കുന്നത്, എന്താ അന്വേഷിക്കുന്നത്? ഈ രാജ്യത്ത് 8746 കേസുകളായി 99,000 കോടി രൂപയുടെ വളരെ കൃത്യമായി പറയാം. ഈ മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി ആദ്യം കേജ്രിവാളിനെതിരെ അത്തരത്തിൽ ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു മൊഴി നൽകിയിരുന്നില്ല. പിന്നീട് അച്ഛനെ സ്വാധീനിച്ച് മകനെ കൊണ്ട് ഈ മൊഴി തിരുത്തിക്കുന്ന സാഹചര്യം വന്നു. അച്ഛൻ YSR കോൺഗ്രസ് പാർട്ടി വിട്ടു, NDAയുടെ ഭാഗമാകാമെന്ന് സമ്മതിച്ചു. തൊട്ടടുത്ത ദിവസം മകൻ ജയിൽ മോചിതനാകുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിച്ച ഒരു സാഹചര്യം ഇതാണ് സർ. അല്ല, മാപ്പ് സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം മാപ്പ് സാക്ഷിയാണല്ലോ മാഡം. മാപ്പ് സാക്ഷി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ മാപ്പ് സാക്ഷിയുടെ പൂർവ്വ ചരിത്രമോ പിൻകാല ചരിത്രമോ ഒന്നും കേസിനെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടല്ല അദ്ദേഹത്തിന് മാപ്പ് സാക്ഷിയാക്കിയത്. അങ്ങനെ തന്നെയല്ല മാപ്പ് സാക്ഷികളെ നമ്മൾ എന്താ ചെയ്യാറ് പൊതുവേ? അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് അതിനകത്ത് ഉത്തരമുണ്ടല്ലോ മാഡം. മാപ്പ് സാക്ഷികൾ അതായത് അങ്ങ് അറിയപ്പെടുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ്. അതിനൊന്നും മറുപടി കൊടുക്കൂ പ്ലീസ്. ഈ മാപ്പ് സാക്ഷിയൊക്കെ എങ്ങനെയാണ് അനുകൂലമായി BJPക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മറുപടി. ലുക്ക്, ഈ കേസിൽ തന്നെ ഈ അപ്രൂവർക്ക് ആദ്യം ഇങ്ങനെ അഭിപ്രായം ഇല്ലായിരുന്നു. പിന്നീടാണ് അങ്ങനത്തെ ഒരാളായി മാറുന്നത്. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം ഒരാളെ ചുമ്മാതെ പിടിച്ച് ജയിലിടുക അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് എക്സിക്യൂട്ടീവിന് വേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് നിയമത്തെ നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തി ഒരു കാര്യം നടത്തിയെടുക്കുക എന്നുള്ളതല്ല അപ്രൂവർ കൊണ്ട് എവിഡൻസ് ആക്ട് പറയുന്നത്. ഒരാളെ അപ്രൂവറാക്കുന്നത് കൊണ്ട് നീതി നടപ്പാകുമെങ്കിൽ, ഒരു കുറ്റം ശിക്ഷിക്കപ്പെടുമെങ്കിൽ അതിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കേജ്രിവാളിനെ അകത്താക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് കാണിക്കുന്ന തോന്നിവാസത്തിനല്ല ഈ അപ്രൂവറിൻ്റെ പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. അതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ നോക്കൂ, ED പോകുന്നു, EDക്ക് ഇവർ പൈസ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഇവർക്ക് EDയുടെ കേസ് ഡ്രോപ്പ് ചെയ്യുന്നു, ഇവർ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് അവർക്ക് മറുപടിയില്ല. ശ്രദ്ധിച്ചോ? അത് അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറയുക എന്നുള്ളതല്ലാതെ ദേ ഡോണ്ട് ഹാവ് എ സോളിഡ് ആൻസർ. നമ്മൾ ആവശ്യപ്പെടുന്ന സോളിഡ് ആൻസറാണ്. ഈ പറയുന്ന നാട്ടിൽ നടന്നിരിക്കുന്ന ഒന്നും വേണ്ട, കൂടുതലൊന്നും വേണ്ട. സുപ്രീം കോടതിയിൽ ഈ പേര് പുറത്തു വിടാതിരിക്കാനായിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു കളിച്ച കളി നമ്മൾ കണ്ടതല്ലേ? ഏതാ ഇപ്പം ഹരീഷ് സാൽവെ വാദിച്ചത് അവിടെ വിടട്ടെ, സോളിസിറ്റർ ജനറൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പുറത്തു വരുന്നതിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം ആ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ കോൺഗ്രസിനെ പ്രിജുഡൈസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എങ്കിലും അതിൽ കൂടുതൽ BJPയെ പ്രിജുഡൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാര്യം എന്താ വെച്ചാൽ, അവരുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പല പ്രോജക്റ്റുകൾ ഇവർക്ക് കൊടുത്തിരിക്കുന്നു ഈ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ. അതൊരു പ്രശ്നമാണ്, അത് കറപ്ഷനാണ്. എന്താ ഈ PMLA വഴി ഇവരെ ഒന്നും പിടിക്കാത്തത്? അത് പിടിക്കണ്ടേ? ഇലക്ട്രൽ ബോണ്ട് അനുസരിച്ച് മണി മിസ്അപ്രോപ്രിയേഷൻ അല്ലേ നടത്തുന്നത്, മണി ലോണ്ടറിങ് അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകെ പോകണ്ടേ? പോകത്തില്ല. കാര്യം ഇന്ത്യ മഹാരാജ്യത്ത് 140 കോടി ജനം ജീവിക്കുന്ന മഹാരാജ്യത്ത് ഒരു BJP നേതാവ് ഒരു മോശമില്ലാത്ത ഒരാളാണ്, എല്ലാം നല്ല ആളാണ്. അപ്പുറത്തൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലും ഒരു മോശം കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശം കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ് ഇവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പുറത്ത് വന്നാലും അയാൾ പുണ്യാളനായി. ഇത് നമ്മൾ കാണുന്നതാ അല്ലേ? കാണുന്നതല്ലേ? അല്ലാതെ എന്താ ഇവിടെ സംഭവിക്കുന്നത്? പിന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ സ്ട്രെച്ചിലേക്ക് വന്നുകൊണ്ട് ഞാൻ പറയാം. ഞാനിവിടെ റോണി കെ ബേബിയോട് ഞാനൊരു കാര്യം കേസ് ദാറ്റ് ഷുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് റെഫർ ചെയ്ത് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്ത് ഞാൻ പറഞ്ഞൊന്നുമല്ല. ഞാൻ എൻ്റെ പ്രൂഫ് പറയാനായിട്ട് ഈ നാട്ടിൽ നടന്നിരിക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട മോശമായ ഇടപെടലിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രൂഫ് മുന്നോട്ട് വെച്ചതാണ്. ഞാൻ അഡ്വൈസ് ചെയ്തതല്ല. ഐ എം നോട്ട് അഡ്വൈസിങ് യു ടു റീഡ് ഇറ്റ്, ഐ എം റെക്കമെൻഡിങ് യു ടു റീഡ് ഇറ്റ്. യു ക്യാൻ റീഡ് ഇറ്റ് ഓർ നോട്ട്, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ഞാനത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പറഞ്ഞ സത്യത്തിൽ നിന്ന് ഞാൻ പുറത്തു പോകുന്നില്ല. കാര്യം അത് നിങ്ങൾ എന്ത് തിരിച്ചു മറുപടി ആരോപണം നടത്തിയാലും ഈ രാജ്യത്ത്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന രാജ്നാരായൺ കേസിലേക്കൊന്നും പോകണ്ട. ഞാൻ 2013 കാര്യം പറഞ്ഞു. അത് മാത്രമല്ല, ഇപ്പം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തുകൊണ്ട് പണം വാങ്ങിക്കുന്നു,
ആ വാങ്ങിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് അതിന് നിയമപ്രകാരം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്ന്. ആ നിയമപ്രകാരം ഉള്ളതുകൊണ്ടാണ് വാങ്ങിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് അല്ലേ? ഇത് ഇതാണ് വാങ്ങിക്കാതെ ഇരട്ടത്താപ്പ്. തന്നെ ഇതിനെതിരെ നിയമയുദ്ധം നടത്താനും അതിനെ ഡിഫീറ്റ് ചെയ്യാനും പറ്റത്തില്ലായിരുന്നോ? പറ്റുമായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇപ്പൊ ഞാൻ വളരെ ഒരു ഫിക്ടീഷ്യസ് ആയിട്ടൊരു കേസ് പറയാം. ഇപ്പൊ ഫിക്ടീഷ്യസ് ആയിട്ടൊരു കേസ്, ഓക്കെ, കോൺഗ്രസിനായിരുന്നു ഏറ്റവും പണം കൂടുതൽ കിട്ടിയിരുന്നിരിക്കട്ടെ ഈ ഇലക്ട്രൽ ബോണ്ടിൽ. ഈ അഭിപ്രായം കോൺഗ്രസ് പറയുമോ? കോൺഗ്രസ് പറയത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് പറയത്തില്ല. അപ്പൊ കുഴപ്പം എന്നാന്ന് വെച്ചാൽ കോൺഗ്രസിന് അനുകൂലമായ ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ കോൺഗ്രസ് അതിൻ്റെ കൂടെ നിൽക്കും. ഞാനത് എന്ത് പറയാൻ കാര്യം, അവസരവാദത്തിന്റെ രാഷ്ട്രീയം കോൺഗ്രസിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കർണാടകത്തിലെ നേതാവിന്റെ പുറകെ ഇ ഡി പോയാൽ ഇ ഡി അപ്പം മോശമായി. അപ്പം അതിന്റെ കൂട്ടത്തിൽ സതീഷിനെ പിണറായി വിജയനെ പിടിച്ചോണ്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, പിടിച്ചോണ്ട് പൊക്കോട്ടെ. ഈ പറയുന്ന ഇരട്ടത്താപ്പാണ് കോൺഗ്രസിനെ ഈ നാശക്കൊള്ളിയിലേക്ക് എത്തിച്ചത്. ഈ രാജ്യത്തെ പോലും ഇങ്ങനെ എത്തിച്ചതിൽ കോൺഗ്രസിന്റെ പങ്ക് ചെറുതൊന്നുമല്ല. അപ്പൊ താങ്കളെ ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എൻ്റെ എവിഡൻസ് ഞാൻ മുന്നോട്ട് വെച്ചതാണ്. യു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് ഓർ റിജക്ട് ഇറ്റ്. ശ്രീ റോണി കെ ബേബി, അത് വളരെ വളരെ പ്രകടമായ ഒരു കാര്യമാണ് നിങ്ങൾക്കെതിരെ. അതായത് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇ ഡി വരുമ്പോൾ അത് നിങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ ഇ ഡിയോ ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ അത് എന്തുകൊണ്ട് വരുന്നില്ല, വന്നാൽ തന്നെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ എന്തൂസിയാസ്റ്റിക് ആണ് നിങ്ങൾ. പക്ഷേ കർണാടകയിലേക്ക് നോക്കൂ. ഇപ്പോൾ കെജ്രിവാളിന്റെ കാര്യം തന്നെ, കെജ്രിവാളിന്റെ കാര്യത്തിൽ ആദ്യം മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? കെജ്രിവാളിനെ കൂടി പിടിച്ച് അകത്തിടൂ എന്നാണ്. പക്ഷേ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിലടക്കം നിങ്ങൾ നന്നായി പൊള്ളി. 1800 കോടി രൂപയൊക്കെ ഒറ്റയടിക്ക് കോൺഗ്രസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്കിൽ കെജ്രിവാളിന്റെ കൂടെ നിൽക്കാം എന്നുള്ള ഇരട്ടത്താപ്പ് ദില്ലിയിൽ സ്വീകരിച്ചു. ഈ ഇരട്ടത്താപ്പാണ് നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ശ്രീ റോണി കെ ബേബി, എനിക്ക് ഇവിടെ വളരെ വിശദമായ മറുപടി ബഹുമാനപ്പെട്ട ശ്രീ ലാൽകുമാറിനോട് പറയാനുണ്ട്, ചിത്തരഞ്ജൻ മാഷിനോട് പറയാനുണ്ട്, അതുപോലെ പ്രിന്റുവിനോടും പറയാനുണ്ട്. ഇവിടെ 2013 നിയമ ഭേദഗതിയുടെ കാര്യം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ ലാൽകുമാർ അതായത് 2-3 തവണ പരാമർശിക്കുകയുണ്ടായി. 2013 അങ്ങനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നെങ്കിൽ അതിന്റെ ആനുകൂല്യം CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ കിട്ടിയിട്ടുണ്ട്. അങ്ങ് പരിശോധിക്കണം. ബംഗാളിൽ സലിം ഗ്രൂപ്പ്, അത് അന്ന് അവിടെ ബംഗാളിൽ CPM ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് സലിം ഗ്രൂപ്പ് വരുന്നത്. സലിം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വിദേശ ബന്ധമുള്ള ഒരു കമ്പനിയാണ്. ആ സലിം ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിദേശ കമ്പനികളിൽ നിന്നുമായി ഡീലുകൾ ഉണ്ടാക്കിയതാരാ? ചന്ദൻ ബാസു എന്ന് പറയുന്ന അന്നത്തെ CPMന്റെ മുഖ്യമന്ത്രിയുടെ മകനായ ചന്ദൻ ബാസു. ബംഗാളിൽ CPMന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണം എന്ന് പറയുന്നത് ഈ ചന്ദൻ ബാസുവിന്റെ വഴിവിട്ട പിന്നെ ഇതുപോലെയുള്ള സാമ്പത്തിക ഇടപാടുകളാണ്. നിൽക്കട്ടെ, ഇവിടെ കോൺഗ്രസിനെതിരെയും ഞാൻ BJP ന്യായീകരിക്കില്ല. കോൺഗ്രസ് 60 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചു. ഈ 60 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഇന്ന് BJP നടത്തുന്ന പോലെ ഒരു പ്രതിപക്ഷ വേട്ട നടത്തിയതായി ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? കോൺഗ്രസ് ഇവിടെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും അവരുടെ അതിലൊരു തർക്കവുമില്ല ശ്രീ റോണി കെ ബേബി. പക്ഷേ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇ ഡി വരുമ്പോൾ നിങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ഇവിടെ പിന്നെ നമ്മുടെ ഞങ്ങളുടെ ശിവകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിനെതിരെ ED കേസ് അന്വേഷണം നടത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാവുന്ന മുഴുവൻ രീതിയിലും പീഡിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ സിദ്ധാർത്ഥൻ, അദ്ദേഹം നല്ലൊരു വ്യവസായിയായിരുന്നു. കോഫി കഫേ ഡേ എന്ന് പറയുന്ന വലിയ വ്യവസായ പിന്നെ ചെങ്ങലയുണ്ടാക്കി സംരംഭം ഉണ്ടാക്കി അദ്ദേഹത്തെ വലിയ രീതിയിൽ ED സമ്മർദ്ദം ചെലുത്തി. എന്തിനാ? DK ശിവകുമാറിനെതിരെ മാപ്പുസാക്ഷിയാകാൻ വേണ്ടി. ഇന്ന് അരവിന്ദ് കേജ്രിവാളിനെതിരെ മാപ്പുസാക്ഷി ഉണ്ടാക്കിയതുപോലെ ഈ സിദ്ധാർത്ഥിനെ അതിക്രൂരമായി സമ്മർദ്ദത്തിലാക്കി. അവസാനം എന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹം നേത്രാവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ DK ശിവകുമാറിനെ 2 ആഴ്ച മുന്നേ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകി. അദ്ദേഹത്തിനെതിരെ ED ചുമത്തിയ ഒരൊറ്റ കേസ് പോലും നിലനിൽക്കുന്നതല്ല. അതെല്ലാം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി കെട്ടിച്ചമച്ച കേസുകളാണ് എന്ന് സുപ്രീം കോടതി തന്നെ വിധി എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ പ്രിന്റ് പറയുന്നു? ഇവിടെ ഈ പറയുന്ന അരവിന്ദ് കേജ്രിവാൾ അദ്ദേഹം പിന്നെ കള്ളനാണ്, അദ്ദേഹം പ്രതിയാണ്, അദ്ദേഹം കുറ്റവാളിയാണ്. ഈ രാജ്യത്തെ നീതിന്യായ പീഠം കുറ്റവാളി എന്ന് വിധിക്കാത്തിടത്തോളം കാലം പ്രിന്റുവിന് എങ്ങനെ അരവിന്ദ് കേജ്രിവാളിനെ കുറ്റവാളി എന്ന് പിന്നെ വിധിക്കാൻ കഴിയും, കുറ്റവാളി എന്ന് ശിക്ഷിക്കാൻ കഴിയും? അതുപോലെ തന്നെ ഇവിടെ CPM ഇവിടെ സദാചാര പ്രസംഗം നടത്തി അഴിമതിയിലൊന്നും മാറിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നയപരമായി ആശയപരമായി എതിർക്കുന്ന കിറ്റക്സിന്റെ MD തന്നെയാണ് പറഞ്ഞത്
30 ലക്ഷം രൂപ CPM-ന്റെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. അതെന്താ നിങ്ങളോട് ബക്കറ്റ് പിരിവിലൂടെ നടത്തിയതാണ്? അതുപോലെ അല്ല, അദ്ദേഹം തെലങ്കാനയിൽ പോകാൻ വേണ്ടി അവിടെ കൊടുത്തത് NDA കൊടുത്തത് എത്രയാണെന്നറിയാമോ? 150 കോടി. ആന്ധ്ര അരിക്കുംഭകോണവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് രാമൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട് താങ്കൾ ഈ പോയിന്റിലേക്ക് വരൂ. നിങ്ങൾ ED കർണാടകയിൽ നിങ്ങൾ ED നിങ്ങളുടെ ശത്രുവാണ്. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ടാണ് മിത്രമാകുന്നത്? അതല്ലേ വിരോധാഭാസവും ഇരട്ടത്താപ്പും എന്ന് പറയുന്നത്? ദേശീയ തലത്തിൽ തന്നെ ഒരു നിലപാട് വേണ്ടേ ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ? ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പുകൾ പറ്റുന്ന അത്ര ഏറ്റവും വലിയൊരു പാർട്ടി എന്നൊക്കെ അവകാശപ്പെടുന്നവരല്ലേ നിങ്ങൾ? ദേശീയ തലത്തിൽ ഒരു നിലപാട് വേണ്ടേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ? ഞങ്ങൾ ഒരിക്കലും കേരളത്തിലെ ED-യെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങൾക്കറിയാം കേരളത്തിലെ ED-യുടെ അന്വേഷണം എവിടെ വരെ പോകും. ഞാൻ ഇവിടെ CPM-ന്റെ നേതാവാണ്, ഞാൻ വെല്ലുവിളിക്കട്ടെ. കൊടകര കുഴൽപ്പണ അന്വേഷണം എവിടെ പോയി? ഇവിടെ കൊടകരയിൽ കുഴൽപ്പണം നടത്തിയത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികളാണ്. നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് BJP അടിക്കാമായിരുന്നു. അവർ ഒറ്റ കേസ് വെച്ചുകൊണ്ട്. കൊടകരയിലെ കുഴൽപ്പണ കേസിന്റെ അന്വേഷണം അവിടെ പോയി, അട്ടിമറിക്കപ്പെട്ടു. ആരട്ടിമറിച്ചു? CPM ഭരിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അത് അട്ടിമറിച്ചു. അതായത് നിങ്ങൾ പറഞ്ഞു വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ്. CPM-ന്റെ പ്രതിനിധി ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീ PP ചിത്തരഞ്ജനിലേക്കാണ്. ശ്രീ PP ചിത്തരഞ്ജൻ, കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിച്ചത്. താങ്കൾക്ക് മറുപടി പറയാം. അല്ല, കോൺഗ്രസിന്റെ പ്രതിനിധി അവസാനം ഒരു നട്ടാൽ കുറുക്കാത്ത ഒരു ആക്ഷേപം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. അത് കൊടകര കേസാണ്. അതിനൊരു തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൊടകര കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസിൻ്റെ അന്വേഷണം കേരള പോലീസ് തൃപ്തികരമായി തന്നെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് കേന്ദ്രത്തിലെ വിവിധ ഏജൻസികൾക്കാണ് തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. അത് സംബന്ധമായി സംസ്ഥാന ഗവൺമെൻറ് ഈ കേസിനെ അന്വേഷിച്ചുള്ള കൃത്യമായി തന്നെ ആ വിവരങ്ങൾ പുറത്തു പറഞ്ഞിട്ടുള്ളതുമാണ്. ഇവിടെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ആ കേസിനകത്ത് പ്രതിയായതും ആ കേസിൻ്റെ അന്വേഷണം നടന്നതും ഇടതുപക്ഷം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആ കേസിൻ്റെ അന്വേഷണം നടക്കത്തില്ല. ആ അദ്ദേഹത്തെ രക്ഷിക്കുവാൻ, BJP-യുടെ നേതാക്കളെ രക്ഷിക്കുവാൻ കേന്ദ്ര ഏജൻസികൾ ആ കേസിൽ ഇടപെട്ടിട്ടില്ലേ? ഞാൻ കേട്ടെ, ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താ? ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ നിലപാടൊന്നുമില്ല. ആര് പറഞ്ഞു? ED-യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ED കേരളത്തിൽ എക്സോളജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്താൻ പോകുന്നെന്ന് വാർത്ത വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് രാഷ്ട്രീയ സ്റ്റണ്ടാണ്. ഏതാ? തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളത്തിലെ ചരിത്രം? കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ള പ്രചാരവേല അറിയാലോ. ആ കാലഘട്ടത്തിലാണ് ബിരിയാണി ചെമ്പ്, അതുപോലെ തന്നെ ഈത്തപ്പഴം, അങ്ങനെ കുറേ കഥകൾ കൊണ്ടുവന്നുകൊണ്ട് അന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പുതിയ ചിത്രം കൊണ്ടുവന്നു. ഇപ്പോൾ ഇതാ പുതുതായി വീണ്ടും ED അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രീകരിക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തുന്ന നീക്കമുണ്ടല്ലോ. ആ നീക്കത്തിനോടൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവാണ് അതിൻ്റെ ഏജന്റായി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ശ്രീ VD സതീശനാണ്. VD സതീശൻ ഈ കാര്യത്തിൽ RSSൻ്റെയും സംഘപരിവാറിൻ്റെയും BJP-യുടെയും ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഈ കേരളത്തിൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തണം. കാരണം എന്താ? ഇന്ത്യ രാജ്യത്ത് പൗരത്വ ഭേദഗതി ബില്ലും അടക്കമുള്ള പ്രശ്നങ്ങളിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുവാനും ഇന്ത്യ രാജ്യത്ത് മറ്റൊരു മുഖ്യമന്ത്രി കാണിക്കാത്ത തൻ്റെ ഇടത്തോടു കൂടി ആ വിഷയത്തിൽ 10,000-ങ്ങളെ അണിനിരത്തിക്കൊണ്ട് BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പോർമുഖം തുറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തെ തകർക്കാൻ, അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് തകർക്കാൻ, അതിനുവേണ്ടി ED-യെ കൂടെ ഉപയോഗിക്കുന്നതിൽ കേരളത്തിലെ കോൺഗ്രസിന് എതിരഭിപ്രായമൊന്നുമില്ല. അതിന് സംഘപരിവാറിന് അവർ വേണ്ട സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഗോവയിലെ കോൺഗ്രസിൻ്റെ നേതാവ് എങ്ങനെയാണ് BJP-യിൽ ചെന്ന് ചേരിയത്? ആ ചരിത്രം മറന്നുപോയോ? അന്നത്തെ ഗോവയിലെ കോൺഗ്രസ് നേതാവ് ദിഗംബർ കാമത്ത് എങ്ങനെയാണ് BJP-യിലെത്തിയത്? അദ്ദേഹം അവിടെ ജലവിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBI-യുടെ അന്വേഷണം നേരിട്ടിരുന്ന ആളാണ്. അദ്ദേഹം BJP-യിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ
എല്ലാം അവസാനിച്ചു. അദ്ദേഹം BJPയുടെ നേതാവായി. അങ്ങനെ അദ്ദേഹം BJPയുടെ പാളയത്തിലെത്തി. അതുപോലെ തന്നെയാണ് നിരവധി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുകയല്ല. ഓരോ വിഷയത്തിലും എടുത്തിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയല്ല. നിരവധി നേതാക്കന്മാരുടെ ചരിത്രമല്ലേ നമ്മുടെ മുന്നിലുള്ളത്. നേരത്തെ പറഞ്ഞില്ലേ, ഹേമന്ത് വിശ്വാസ് ശർമ്മ BJP ചേർന്നു, പ്രശ്നം തീർന്നു. തൃണമൂലിന്റെ നേതാവായിരുന്നു, ഇപ്പോൾ ബംഗാളിലെ BJPയുടെ നേതാവ്. അദ്ദേഹത്തിന്റെ പേരാണ് സുവന്തു അധികാരി. അദ്ദേഹമാണ് ഒളിക്യാമറ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നേരിട്ട വ്യക്തി. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. BJP ചേർന്ന് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ഏത് അഴിമതിക്കാരനും, ഏത് കള്ളപ്പണക്കാരനും, ഏത് തരത്തിലുള്ള തട്ടിപ്പുകാരനും BJP ചേർന്നാൽ പ്രശ്നം തീർന്നു. അല്ലെങ്കിലോ BJPക്കെതിരായി രാഷ്ട്രീയമായ പോർമുഖം നടക്കുന്നവർ, BJPയുടെ നയത്തിനെതിരായി ശബ്ദിക്കുന്നവർ, അവരെ വായടപ്പിക്കാൻ വേണ്ടി ഏത് ഏജൻസിയും ദുരുപയോഗം ചെയ്യും. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ 10,000 കോടിയുടെ രാജ്യത്ത് നടക്കുന്നതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ 400-ലധികം സീറ്റുകളൊക്കെ നേടി അധികാരത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രതിപക്ഷത്തെ എക്കാലവും ഒരു തരത്തിലും ഇല്ലാത്ത വിധത്തിൽ, ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ വേട്ടയാടുന്നതിന് കൃത്യമായ മറുപടി ജനം നൽകില്ലേ? ഇല്ല, ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസ് ചെയ്തിരുന്നില്ല, ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 വർഷമായി അഴിമതിയുടെ ആരോപണമില്ലാത്ത ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരി കേജ്രിവാൾ ആയിരുന്നാലും ശരി, ഹേമന്ത് സോറൻ ആയിരുന്നാലും ശരി, പിണറായി വിജയൻ ആയിരുന്നാലും ശരി, വീണ വിജയൻ ആയിരുന്നാലും ശരി, ആരഴിമതി നടത്തിക്കഴിഞ്ഞാലും ഞങ്ങളും അതോടൊപ്പം തന്നെ ഞങ്ങൾ കേന്ദ്ര സർക്കാരും EDയും ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും അവരെ വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ട. സത്യസന്ധമായി നിങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിയാൽ അതെല്ലാം അപ്രസക്തമാകും. ഈ വേട്ടയാടലെല്ലാം അപ്രസക്തമാകും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാൽകുമാർ, ഏറ്റവും ഒടുവിൽ അങ്ങയിലേക്കാണ്. നമ്മളിവിടെ കോൺഗ്രസിന്റെ ഒരു ചെറുത്ത് നിൽക്കുന്നതിന്, കോൺഗ്രസ് ഒരു മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ ചെറുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിന് വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യുന്നില്ല എന്നത് നമ്മുടെ മുന്നിൽ വളരെ പ്രസക്തവുമാണ്. ഇന്ന് സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ ശ്വേത ഭട്ടിന്റെ വാക്കുകളായി പുറത്തു വന്ന ഒരു കാര്യം അങ്ങയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഇതിൽ മറുപടി പറയാം. പ്രതിരോധം തീർക്കുന്നവരെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭാവിയിൽ ആരെങ്കിലും നീതിക്കായി എഴുന്നേറ്റ് നിൽക്കുമോ എന്ന വലിയ ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിനെ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുന്നത്. സഞ്ജീവ് ഭട്ടിനെ കഴിഞ്ഞ ദിവസം 20 വർഷം മുമ്പുള്ളൊരു കേസിൽ അകപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ ശ്വേതാ ഭട്ടുമാർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കുന്നവരെ സംരക്ഷിക്കാൻ ആരുണ്ട് ഈ രാജ്യത്ത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. അല്ല, ഇത് വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ള ഒരു പാർട്ടിയാണ്. അതിനകത്ത് എനിക്ക് സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ആ പാൻ ഇന്ത്യൻ പ്രസൻസ് ഒരു ഇഷ്യൂ ആയി മാറിയിരിക്കുന്നു. കാര്യം അവർ പ്രോപ്പർലി പ്രവർത്തിക്കുന്നില്ല, ഒരു പ്രതിപക്ഷ ശക്തിയായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. അവരിപ്പം കേരളത്തിലൊരു ഡിബേറ്റ് വന്നു കഴിഞ്ഞാൽ അവരാദ്യം ചോദിക്കുന്നത് CPM എവിടെ ഉണ്ട്, നിങ്ങൾ ബംഗാളിൽ തകർന്നില്ലേ, ത്രിപുരയിൽ തകർന്നില്ലേ, ഇവിടെ എല്ലാം ഉള്ളത് ഞങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ അവിടെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ നിങ്ങൾ വിചാരിച്ചാൽ ഒരു വ്യത്യാസം വരുത്താൻ പറ്റുന്നില്ല, ഒരാശയം രൂപീകരിച്ചുകൊണ്ട് വരാൻ പറ്റുന്നില്ല. നോക്കൂ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത്, അത് കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഞാൻ കേൾക്കുകയും ചെയ്തു. വളരെ നന്നായി മനോഹരമായ ഒരാൾ പറഞ്ഞു, ഞാൻ ആൾ മറന്നുപോയി ആരാ പറഞ്ഞതെന്ന്. ആ സംഘപരിവാറിനെതിരെ ആശയം ഉൽപ്പാദിപ്പിക്കുന്നതിൽ എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ വിജയമുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെ എപ്പോഴും ഈ പറയുന്ന BJPയും സംഘപരിവാറും എതിർക്കുന്നത്. കോൺഗ്രസിനെ എതിർക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എതിർക്കുന്നത് CPIഎമ്മിനെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ്. ആ ആശയം യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ പറയുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് വിചാരിച്ചാൽ കഴിയും. പക്ഷേ വിചാരിച്ചാൽ പുലിയെ പിടിക്കും, പക്ഷേ പുലിയെ പിടിക്കാൻ മാട്ടെ, കാര്യം വിചാരിക്കത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണല്ലോ. അത് തന്നെയാണ് ഈ കോൺഗ്രസ് ചെയ്യുന്നത്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പല പോയിന്റിലും സാക്രിഫൈസ് ചെയ്തു, കോംപ്രമൈസ് ചെയ്ത് നിൽക്കുകയാണ്. അത് CAA കാര്യത്തിലാണെങ്കിലും, രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, കാശ്മീരിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ അഭിപ്രായം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അഭിപ്രായം എടുത്ത് കാണിക്കാൻ പറ്റും. പക്ഷേ ശക്തമായി കോൺഗ്രസിൻ്റെ നിലപാടായി അത് ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത് അവരൊരിക്കലും ചെയ്യില്ല. കാര്യം അത് ഒരു സെമി BJP ലെവലിലുള്ള കളിയാണ് കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളി കളിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകത്തില്ല. അത് കോൺഗ്രസ് പാർട്ടി എന്ന് മനസ്സിലാക്കും
എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. കാര്യം മനസ്സിലാക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാര്യം ഈ കളി കളിച്ചുകൊണ്ട് സെമി BJP കളി കളിച്ചുകൊണ്ട് കോൺഗ്രസ് ഗതി പിടിക്കുന്നില്ല. നഗ്നമായ കൊള്ളയടിയെയും പ്രതിപക്ഷ വേട്ടയാടലിനെയും ചെറുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് വരാനാകുന്നില്ല? അതുകൂടിയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് 1 മണിക്കൂർ ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത് അതിഥികളായി എത്തിയ PP ചിത്തരഞ്ജൻ, പ്രൊഫസർ റോണി K. ബേബി, പ്രിന്റു മഹാദേവ്, N. ലാൽകുമാർ, എല്ലാവർക്കും വളരെയധികം നന്ദി.